സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്നലെ പരാജയപ്പെട്ടതോടെയാണ് സമരം തുടരാനുള്ള ജീവനക്കാരുടെ തീരുമാനം. വിവരങ്ങൾ വിനയ രാജ് നൽകും. വിനയ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും ഈ ഒരു സമരത്തിലൂടെ ഉയർത്തുന്നത്? ഹരിത, ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായുള്ള ചർച്ചകൾ അടക്കം നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് വീണ്ടും ഈ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകാൻ ഈ ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. വേതന കുടിശ്ശിക ഉടനടി അല്ലെങ്കിൽ വേതന കുടിശ്ശിക നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 7 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ സമരം ചെയ്തു വരികയാണ്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുമായുള്ള ഒരു ചർച്ച അടക്കം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഈ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചേച്ചി, പെൻഷൻ ഉടൻ അനുവദിക്കുക. അതെ, തീർച്ചയായിട്ടും അതെ. ഈ സമരം മന്ത്രി അംഗീകരിച്ച് നടപ്പിലാക്കിയ ഉത്തരവ് വരുന്ന സമയം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ശക്തമായ സമരമാണ്. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും വരെ ഞങ്ങൾ എന്ത് തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. പ്രധാനമായും പറഞ്ഞത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം എന്ന് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോഴും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും ഒരു അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? അതെ, ഞങ്ങൾ എന്താണേലും ശക്തമായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നതുവരേക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറും. അത് ഈ ആവശ്യങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ഒരു അനുകൂല നിലപാടുണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇവരിപ്പോഴും ഉള്ളത്. ഹരിത, വിനയ, അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി വിളിച്ച യോഗം പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. ആ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ 6ാം ദിവസം ഈ സമരം ആരംഭിച്ച 6ാം ദിവസമാണ് ആരോഗ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ടു എന്നാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എന്നാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. പ്രധാനമായും ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വേതന കുടിശ്ശിക അടക്കം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞ 7 ദിവസമായി തന്നെ ഈ സമരം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായി തന്നെയാണ് ഈ സർക്കാരിനെതിരെ തന്നെ ഇവർ മുന്നോട്ട് പോകുന്നത്. കൂടാതെ തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ ആശാ വർക്കർമാരെ പിടിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മാസമായി ഈ വേതന കുടിശ്ശിക അടക്കം തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. അത് പിൻവലിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ സമരവുമായി മുന്നോട്ട് പോകാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അല്ലെങ്കിൽ ഒരു അനുകൂല നിലപാടുണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഹരിത, ശരി, വിനയാണ് വിവരങ്ങൾ നൽകിയത്. മംഗലാപുരത്ത് റെയിൽവേ പോലീസിന് മർദ്ദനമേറ്റ റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥന്റെ കാൽ മുറിച്ചു മാറ്റി. കാസർഗോഡ് നീലേശ്വരത്തെ PV സുരേഷിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. മിലിറ്ററി ക്യാന്റീനിൽ പോകാനായി മംഗലാപുരത്ത് എത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടത്. സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും തുടർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഞാൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ മിലിറ്ററി ക്യാന്റീനിൽ പോകാൻ കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് ദേഹാസ്വസ്ഥ അനുഭവപ്പെടുകയും ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ കുറച്ച് വിശ്രമിക്കാൻ ഇരിക്കുകയും ചെയ്തു. എൻ്റെ ഒരു റെയിൽവേ പോലീസുകാരൻ വന്ന് ഇവിടുന്ന് എഴുന്നേൽപ്പ് ആവശ്യപ്പെടുകയും വെളിയിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു